ഹലോ ഓൾ, നമ്മുടെ 2026 ജെഇ മെയിൻ സെഷൻ 2 റിസൾട്ട് വന്നു. ഇപ്പോൾ എക്സ് യൂണിവേഴ്സിൽ ഓൺലൈൻ ജെഇ ബാച്ചിൽ പഠിച്ച +1 +2 കൂടെ എക്സലൻറ്റ് റിസൾട്ട് വാങ്ങിയിട്ടുള്ള അബ്ദുൽ ഹാദിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സെഷൻ 1 കഴിഞ്ഞ് സെഷൻ 2ലേക്കൊക്കെ എത്തിയപ്പോൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത ഒരാളും കൂടിയാണ്. സോ അബ്ദുൽ ഹാദിയുടെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ? ഞാൻ അബ്ദുൽ ഹാദി, വണ്ടൂരാണ് സ്ഥലം. ഞാൻ +1 +2 VMC GHSS വണ്ടൂർ സ്കൂളാണ് പഠിച്ചത്. യെസ്. അപ്പോൾ +1 +2 കൂടെ തന്നെയാണ് ഈ ഒരു നേട്ടം ഹാദി കൈവരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് 10th കഴിഞ്ഞിട്ട് എക്സ് ഈ ഒരു ഓൺലൈൻ ജെഇ ബാച്ചിലേക്ക് എത്തുന്നത്? ഞാൻ 10th കഴിഞ്ഞിട്ട് JEE എടുക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം IIT മദ്രാസിലാണ് PhD കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇപ്പം എൻ്റെ അഡ്വൈസ് കാരണമാണ് എക്സാൻവയിൽ എത്തിയത്. ഓക്കെ. ഇപ്പോൾ ഈ ഒരു റിസൾട്ട് കാണുന്ന പേരൻസും കുട്ടികളൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യം, +2ൻ്റെ കൂടെ അതും ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിൽ പഠിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും അടിപൊളി റിസൾട്ട് വാങ്ങിയത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് സ്കൂളിൻ്റെ കൂടെ ഇത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യമൊക്കെ സ്കൂളിൻ്റെ കൂടെ JEE മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സ്കൂളിൽ നിന്ന് ഒരുപാട് ലീവുകൾ എടുത്തു. പിന്നെ ആനുവൽ എക്സാമിൻ്റെ ഒരു മാസം മുന്നേയൊക്കെ ആണ് അതിന് മാത്രം കാര്യമായിട്ട് നോക്കിയത്. ബാക്കി ഫുൾ ടൈം JEEക്ക് തന്നെ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൻ്റെ കൂടെ ജെഇ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് ഹാദി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംശയമാണ്, സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസും എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള മറ്റൊരുപാട് സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ കൂടിയിട്ടുണ്ടായിരുന്നത് മാത്സ് ക്വിസിനാണ്. അത് +1 +2 കൂടിയിട്ടുണ്ടായിരുന്നു. +1 സ്റ്റേറ്റിൽ A ഗ്രേഡ് കിട്ടി, +2 സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് കിട്ടി. അതിൻ്റെ ഗ്രേസ് മാർക്കും എന്തായാലും മാനുവൽ എക്സാമിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ജെഇയുടെ കൂടെ ഈ ഒരു മാത്സ് ക്വിസ് സ്റ്റേറ്റ് ലെവൽ വരെ പോകാമെന്ന് പറയുമ്പം കുറച്ച് സമയം അതിന് വേണ്ടി പോയിരുന്നോ? ഇല്ല, JEEക്ക് പഠിക്കുന്നതുകൊണ്ട് മാത്സ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ GK ക്വസ്റ്റ്യൻസ് അതിനുണ്ടാവും. GK മാത്രം ജസ്റ്റ് വേറെ ഒന്ന് എക്സ്ട്രാ റിവൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഒരുപാടൊന്നും സ്പെൻഡ് ആയിട്ടില്ല. അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവുക ഹാദിയുടെ ഒരു സബ്ജക്റ്റ് വൈസ് സ്ട്രാറ്റജിയാണ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. ഏതാണ് ഹാദി കൂടുതലും പഠിച്ചതും സ്കോർ ചെയ്തതും? അതുപോലെ തന്നെ ഏതെങ്കിലും വീക്ക് സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? എനിക്ക് ഫിസിക്സും മാത്സും ഞാൻ തുടക്കം മുതൽ തന്നെ ഭയങ്കര ഓക്കെ ആയിരുന്നു. JEE ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ കെമിസ്ട്രി ആണ് പിന്നെ +1 ഓക്കെ ആയിരുന്നു. +2 ഒരു കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞു. ഫിസിക്കൽ കെമിസ്ട്രി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ടഫായിരുന്നു. പിന്നെ അത് കുറേ NCERT ഒക്കെ വായിച്ചിട്ട് റിവൈസ് ചെയ്തെടുത്ത്. കുഴപ്പമില്ല. പൊതുവേ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ ഒരു വീക്ക്നെസ് ആണ് ഓർഗാനിക്. അപ്പം ഓർഗാനിക് വേഴ്സസ് ഇൻഓർഗാനിക് എന്താണ് അവസ്ഥ? ഓർഗാനിക് ബ്ലോക്ക് തുടങ്ങുന്നത് വരെ ഓർഗാനിക് ആയിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ ഓർഗാനിക് പിന്നെ NCERT വായിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ കുറേയൊക്കെ റെഡിയായി. NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതിന് ശേഷം JEE മെയിൻസ് പിന്നെ വലിയ കുഴപ്പമില്ലാതായി. അപ്പോൾ ഹാദി JEE മെയിൻ്റെ സെഷൻ 2 എഴുതി റിസൾട്ട് വന്നു. കീം എക്സാം എഴുതിയിരിക്കുകയാണ്. ഇനി അടുത്തത് JEE അഡ്വാൻസ്ഡ് എക്സാം ആണ്. അതിനുള്ള പ്രിപ്പറേഷൻ ഇവിടെ ഓഫ്ലൈൻ ആയിക്കൊണ്ട് നമ്മുടെ കൂടെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ലാസ്റ്റത്തെ ഒരു 1 മന്ത് JEE അഡ്വാൻസ്ഡ് എക്സാം പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് JEE മെയിനിൽ നിന്ന് JEE അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ കോൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കെമിസ്ട്രിയിലാവുമ്പോൾ ഒരുപാട് അഡീഷണൽ ആയിട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാദിയുടെ ഒരു പഠന ശൈലി എങ്ങനെയായിരുന്നു? അതായത് ഏത് സമയത്താണ് പഠിക്കാറുണ്ടായിരുന്നത്? എത്ര മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു? എത്ര ക്വസ്റ്റ്യൻസ് ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു? ഇതൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നെക്സ്റ്റ് ഡേ സ്കൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രാത്രി 12 മണി വരെയൊക്കെ പഠിക്കും. പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രാത്രി 2 മണി വരെ പഠിക്കാറുണ്ട്. പിന്നെ ഒരു ഡേ ഒരു 10 hour പഠിക്കും. JEEക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കും? JEEക്ക് വേണ്ടി തന്നെ പഠിക്കും. സ്കൂളിൽ അങ്ങനെ പഠിക്കാറില്ല. പിന്നെ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എന്തായാലും ഒരുപാട് ചെയ്യും. മാത്സ് ആകുമ്പോൾ കമ്പാരിറ്റീവ്ലി എണ്ണം കുറയും. പിന്നെ ഒരു JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ മൊത്തത്തിൽ എണ്ണം കുറയും. ഹാദിയുടെ പാരൻറ്റിൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ സേവ്ഡ് ആണ്. അപ്പം പല ഞായറാഴ്ചകളിലും പാരൻസിൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ കല്യാണത്തിനൊക്കെ പോകുന്ന സ്റ്റാറ്റസുകളിൽ ഹാദി ഉണ്ടാവാറില്ല. അതെന്താ, കല്യാണമൊക്കെ മിസ് ചെയ്ത് തന്നെയായിരുന്നോ? കല്യാണം ടൂറും എല്ലാം JEEക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് തന്നെയാണ്. പിന്നെ സ്കൂളിൽ നിന്നടക്കം JEEക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ബ്രേക്കിലാണോ ക്വസ്റ്റ്യൻസ് ചെയ്യുക? എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഹാദിക്ക് XY ടീമിൻ്റെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഞാനൊരു ഹ്യൂജ് കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. അപ്പോൾ ഈ ഒരു 2 വർഷത്തെ ജേണിയിലും സക്സസ്സിലും ഹാദി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടൊക്കെയാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പാരൻസ് തന്നെയാണ്. പിന്നെ മെൻറ്റർ സെബിന മാം ത്രൂ ഔട്ട് 2 year കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാമിൻ്റെ ഫാക്കൽറ്റി ടീമിൽ വരികയാണെന്നുണ്ടെങ്കിലും കെമിസ്ട്രിയിൽ ഒരുപാടധികം ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് ഫസൽ സാറിനോടും SP സാറിനോടൊക്കെയാണ്. അപ്പോൾ അവരോട് വേറെ നന്ദി പറയുന്നു. പിന്നെ ശ്രീജിത്ത് സാറാണെന്നുണ്ടെങ്കിലും മാത്സിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. JEE മെയിൻസ് എക്സാമിന് വിത്തിൻ സെക്കൻഡ്സ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. രാജ്മൽ സാറിൻ്റെ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫിസിക്സിൽ കോൺസെപ്റ്റ്സ് ഒരുപാട് ക്ലിയർ ആക്കാനും ഷെഫീർ സാറും ഫവാസ് സാറൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
സോ ഫൈനലി ഇപ്പോൾ +1 ജെഇ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, +2 ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അടുത്ത വർഷങ്ങളിൽ ഏറ്റവും നല്ല ജെഇ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹാദിക്ക് എന്ത് അഡ്വൈസാണ് കുട്ടികളോട് പറയാനുള്ളത്? ഫസ്റ്റ് ആയിട്ടുള്ളത് കെമിസ്ട്രി, ഓർഗാനിക്കും ഒക്കെ തുടക്കം മുതലേ NCERT നോക്കി പോരുക, എല്ലാം വായിച്ചിട്ട്. ഞാൻ ചെയ്യാറുള്ളത് പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ സൈഡിൽ അതിലുള്ള പോയിന്റ് എഴുതി വെക്കാറുണ്ട്. പിന്നെ ഒരു വട്ടം വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ റിസൾട്ട് ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മോക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ അതിൽ ഉള്ള മിസ്റ്റേക്സും അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട്, അപ്പോൾ എക്സാം അനാലിസിസ് നന്നായിട്ട് ചെയ്യണം. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹാദി പറഞ്ഞിട്ടുള്ളത്. കെമിസ്ട്രിയുടെ NCERT റീഡിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ കൺസിസ്റ്റൻസി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കല്യാണങ്ങളും ട്രിപ്പുകളൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഹാദി റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്താലേ ഫുൾ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുള്ളൂ, എത്ര എണ്ണം തെറ്റി, എങ്ങനെ അടുത്ത എക്സാമിൽ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് തന്നെ ചെയ്തിരുന്ന ഒരാളാണ്. കാരണം എല്ലാ എക്സാം കഴിഞ്ഞാലും ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെഗുലർ +1 +2 സ്കൂളിൻ്റെ കൂടെ തന്നെ എക്സാൻവൈൻ്റെ ഓൺലൈൻ ജെഇ ബാച്ചിൽ പഠിച്ചുകൊണ്ട് 99.78% എന്ന് പറയുന്ന ഒരു ഹ്യൂജ് റിസൾട്ടിലേക്ക് ഹാദിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ടത് ഹാദിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സെഷൻ 1 98.88 ആയിരുന്നു, അത് 99.78 എത്തുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 14,000 അല്ലെങ്കിൽ 15,000 റാങ്കുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സാൻവൈൻ്റെ ഈ ഒരു ഓൺലൈൻ ജെഇ ബാച്ചിൻ്റെ റിസൾട്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ബാച്ചിൽ വേറെയും ഒരുപാട് നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. ഹാദി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിരഞ്ജൻ, അഫീഫ്, അതുപോലെ തന്നെ നിജോ, നദീർ, മിസ്ബാഹ്, ഷാക്കിർ, ഗുഫ്രാൻ, ഹിഷാമ് തുടങ്ങി ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഇനി വരാൻ പോകുന്ന കുട്ടികളോട് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നാലും ഇത്രയും നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ പ്രൂഫാണ് ഹാദിയുടെ കൂടുതൽ ടിപ്പുകളും സ്ട്രാറ്റജീസും ഒക്കെ അഡ്വാൻസ്ഡ് എക്സാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടിരിക്കാം. അപ്പോൾ നമ്മുടെ എക്സാൻവൈൻ്റെ അടുത്ത വർഷത്തെ ഓൺലൈൻ ജെഇ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങി. ഓഫ്ലൈൻ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസും ഏകദേശം ക്ലോസ് ആയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആളുകൾക്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. ആൻഡ് അടുത്ത വർഷങ്ങളിൽ ജെഇ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സോ ഒന്നും കൂടെ ഹാദിക്ക് കൺഗ്രാജുലേഷൻസ് പറയാണ്. അഡ്വാൻസ് എക്സാമിന് നന്നായിട്ട് പഠിക്കാം, നല്ല റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.